ഹലോ, ഇത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പോലെ ബിഗിനേഴ്സിന് എങ്ങനെയാണ് റെസിൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളൊരു വീഡിയോയാണ്. ഇപ്പോൾ തനിയെ ഉണ്ടാക്കാനാണെങ്കിലും ചെറിയ ചെറിയ ബിസിനസ് ആണെങ്കിലും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് റെസിൻ. അതെങ്ങനെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ നമുക്ക് റെസിനെ പറ്റിയിട്ട് നോക്കാം. 2 ടൈപ്പ് ഓഫ് റെസിനാണ് ഉള്ളത്. ഒന്ന് എപ്പോക്സി റെസിനും ഒന്ന് UV റെസിനും. മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്നത് എപ്പോക്സി റെസിനാണ്. UV റെസിൻ വാങ്ങുകയാണെങ്കിൽ നിങ്ങളത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് UV ലൈറ്റും വാങ്ങേണ്ടതാണ്. റെസിൻ വാങ്ങുമ്പോൾ നമുക്ക് 2 ബോട്ടിൽസ് ആയിട്ടാണ് കിട്ടുന്നത്. ഒന്ന് റെസിനും പിന്നെ ഒന്ന് അതിൻ്റെ ഹാർഡ്നറും. പിന്നെ ഇതിൻ്റെ ബോട്ടിലിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ റേഷ്യോ. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന റെസിൻ്റെ റേഷ്യോ 2:1 ആണ്. അതായത് 2 ഗ്രാം റെസിന് 1 ഗ്രാം ഹാർഡ്നറാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ കാണിച്ചത് ടോമോ ബ്രാൻഡാണ്. അത് ക്വൈറ്റ് അഫോർഡബിളും ആണ്. ഇതിന് മുൻപ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പെർഫെക്റ്റിൻ്റെ ക്ലിയർ എപ്പോക്സി ആർട്ട് റെസിനാണ്. ഇതിൻ്റെ റേഷ്യോ വന്നത് 3:1 ആണ്. ഈ കാണിച്ച 2 റെസിനും ബൈ വെയ്റ്റ് കണക്കാണ് വരുന്നത്. അതായത് നമ്മൾ ഗ്രാം നോക്കിയിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഇത് കൂടാണ്ട് ml നോക്കി മിക്സ് ചെയ്യുന്ന റെസിൻസും ഉണ്ട്. അതിന് നമുക്ക് 2 സ്പൂൺ റെസിന് 1 സ്പൂൺ ഹാർഡ്നറൊക്കെ ആയിരിക്കും വരാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള റെസിൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിങ് സ്കെയിൽ വേണം. അതെങ്ങനെയാണ് മെഷർ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുൻപ് ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ ആവശ്യം വരാമെന്ന് കാണിച്ചു തരാം. സാധാരണ ഒരു പേപ്പർ കപ്പും അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം സ്റ്റിക്കും തന്നെ ധാരാളമാണ്. കുറച്ചും കൂടെ എക്സ്പേർട്ടൈസ്ഡ് ആകുമ്പോൾ നമുക്ക് സിലിക്കൺ കപ്സ് ഒക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് റെസിൻ റിമൂവ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമുക്ക് മോൾഡുകളാണ്. മാർക്കറ്റിൽ വെറൈറ്റി ടൈപ്സ് ഓഫ് മോൾഡുകൾ അവൈലബിൾ ആണ്. എൻ്റെ അടുത്ത് ഈ ഒരു ആൽഫബറ്റും പിന്നെ ഇങ്ങനത്തെ ഒരു ഷേപ്സിൻ്റെ ചെറിയ മോൾഡും മാത്രമാണ് ഉള്ളത്. ഞാനിവിടെ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്യുന്നത് നോർമൽ ഗ്ലിറ്റേഴ്സ് ആണ്. ബട്ട് അത് എല്ലാ റെസിനിലും സപ്പോർട്ട് ആവില്ല. ചില റെസിനിൽ നമ്മൾ ഈ നോർമൽ ഗ്ലിറ്റേഴ്സ് ഇടുന്ന സമയത്ത് അത് ഡ്രൈ ആയി കഴിയുമ്പം അതിൽ കളർ ചേഞ്ച് വരാറുണ്ട്. ബട്ട് ഞാനിവിടെ ഈ യൂസ് ചെയ്യുന്ന റെസിനിൽ ഇതുവരെ കളർ ചേഞ്ച് ഒന്നും കണ്ടിട്ടില്ല. നെക്സ്റ്റ് വരുന്നത് അതിൽ കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെസിൻ കളർ പിഗ്മെൻറ്റ്സ് ആണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. ബട്ട് നിങ്ങളൊരു ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങൾ അതിൽ ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്താലും മതിയാവും. ലൈറ്റർ ഒരു ഓപ്ഷണൽ തിങ് ആണ്. റെസിനിൽ എന്തെങ്കിലും എയർ ബബിൾസ് വന്നാൽ കളയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിഗിനറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ ഹെൽത്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്ലൗസും മാസ്കും ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ ഗ്ലൗസ് ഇവിടെ കീറിപ്പോയി, പക്ഷെ നിങ്ങൾ എന്തായാലും ഇത് യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിനി റെസിൻ മിക്സ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഗ്ലാസ് വെച്ചപ്പോൾ തന്നെ ഗ്ലാസ്സിന് 4 ഗ്രാം വെയിറ്റ് ആണ് കാണിക്കുന്നത്. ആ വെയിറ്റ് മൈനസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടയർ എന്നുള്ള ഒരു ഓപ്ഷൻ പ്രസ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ റെസിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ 2:1 റേഷ്യോ ആണ്. ഞാൻ റെസിൻ ഇവിടെ 6 ഗ്രാം ആണ് ഒഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഹാർഡ്നർ ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതായത് 3 ഗ്രാംസ് ഓഫ് ഹാർഡ്നർ. അപ്പോൾ ടോട്ടൽ വരുന്നത് 9 ഗ്രാംസ് ആണ്. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ 1 ഗ്രാം ഹാർഡ്നറിന് അതിൻ്റെ ഡബിൾ എമൗണ്ട് ഓഫ് റെസിനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് രണ്ടും നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം മിക്സ് ചെയ്യുമ്പോൾ ഒരു കലങ്ങിയ ടൈപ്പ് ഓഫ് മിക്സറാണ് കിട്ടുക. ബട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് കിട്ടും. മാക്സിമം എയർ ബബിൾസ് ഒഴിവാക്കി പതുക്കെ മിക്സ് ചെയ്യാനായിട്ട് നോക്കാം. ഞാനിപ്പം ഈ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. പിന്നെ നമ്മൾ ഈ മിക്സ് ചെയ്ത റെസിൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള എയർ ബബിൾസ് തനിയെ റിലീസായിട്ട് പോകും. അപ്പോൾ എനിക്ക് ഈ 9 ഗ്രാം മിക്സ്ചർ വെച്ചിട്ട് 2 കീ ചെയിൻസ് ആണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. ഇവിടെ സിൽവറും റെഡും വെച്ച് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബിഗിനേഴ്സ് ആകുമ്പോൾ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ആയോ എന്ന് തൊട്ട് നോക്കാനായിട്ട് ടെൻഡൻസി കൂടും. പക്ഷെ അങ്ങനെ തൊട്ട് നോക്കാൻ പാടില്ല. ഫിംഗർ പ്രിൻറ്റ്സ് അതിൽ വരും. അപ്പം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ ഡീമോൾഡ് ചെയ്തെടുക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ 2 കീ ചെയിൻസ്. എനിക്ക് ഒരെണ്ണം മാത്രമേ റിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ ഒരെണ്ണത്തിൽ മാത്രം ഇട്ട് കാണിച്ചു തന്നത്. ബിഗിനേഴ്സിന് പറ്റിയ അഫോർഡബിൾ റേറ്റിലുള്ള ഒരു റെസിൻ കിറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടേക്കാം. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിച്ചാൽ മതി.